ആഹാ, തക്ഷകനെ ഇന്ദ്രൻ അർദ്ധാസനം കൊടുത്ത് ഇരുത്തിക്കണല്ല. ആ ഇന്ദ്രനോടുകൂടി സിംഹാസനത്തോടുകൂടി തക്ഷകനെ ഇങ്ങടെ ആവാഹിക്കുക. അതിന് വേണ്ട കർമ്മങ്ങളാ ചെയ്യാൻ പറഞ്ഞു. കർമ്മം ചെയ്തപ്പോൾ ഇന്ദ്രൻ്റെ സിംഹാസനം ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ പൊന്തി. ഇന്ദ്രനും തക്ഷകനും കൂടി സിംഹാസനം ഇങ്ങനെ ഇരിക്കുക, രണ്ടാള്, പകുതി ഇന്ദ്രൻ പകുതി തക്ഷകൻ. അവിടുന്ന് പൊന്തി 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 സ്വർഗത്തിൽ നിന്ന് പതുക്കെ ഇങ്ങനെ താഴ്ത്തിക്ക് വന്ന് അപ്പോൾ തക്ഷകന് പറ കൂടി തുടങ്ങി. ഇന്ദ്രനും കുറേശ്ശെ പരിഭ്രമം ഇങ്ങനെ തുടങ്ങി. കാര്യം തക്ഷകൻ്റെ പരിഭ്രമിച്ചു ഇങ്ങനെ ഏതാണ്ട് ഹോമകുണ്ഡം കാണാറായി. മോളിൽ നിന്ന് സ്വർഗത്തിൽ നിന്നാണ് വരണേ, ഫ്ലൈറ്റ് സ്വർഗത്തിൽ നിന്നാണ് വരവേ. താഴ്ത്തിക്ക് നോക്കിയപ്പോൾ ഹോമകുണ്ഡം കണ്ടു. വീഴുന്ന ഘട്ടായിപ്പോൾ ഇന്ദ്രൻ തക്ഷകൻ തേങ്ങന വിടുന്നു. ഇന്ദ്രൻ അവിടുന്ന് ചാടിപ്പോയി. തക്ഷകൻ ചാവണമെങ്കിൽ ചാവട്ടെ, സൗഹൃദമൊക്കെ ഇത്രയേ ഉള്ളൂ എന്നാ ഇതിൻ്റെ അർത്ഥം എന്ന് തോന്നുന്നു. അർദ്ധാസനം കൊടുത്തിരുത്തിയിട്ടേ സിംഹാസനം വീഴും, അഗ്നിയിൽ വീഴും, ഹോമകുണ്ഡത്തിൽ വീണ് കരിഞ്ഞ് ഭസ്മായി തവിടുപിടി ഭസ്മാവും എന്ന് വന്നപ്പോൾ ഇന്ദ്രൻ അവിടുന്ന് രക്ഷപ്പെട്ട് ദേവലോകത്തേക്ക് പോയി. ഇവ കിട്ടിയാൽ മതി, അങ്ങനെ ഓടുന്നു തക്ഷകൻ. ഇന്ദ്രൻ പോയി.